ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അർജന്റീന ഫാനിന്റെ പ്രേമ കഥയാണ്. പരശുരാമൻ മഴുവറിഞ്ഞ് കടലിന്ന് പൊക്കിയെടുത്ത പച്ചപ്പിന്റെ ഒരു തുണ്ട്. വർഷാവർഷം വരുന്ന നാനാജാതി ആഘോഷങ്ങൾക്കപ്പുറം കേരളത്തിന്റെ ഒരു വലിയ ജനസമൂഹത്തിന്റെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ കഥാനായകൻ. തെറ്റിദ്ധരിക്കണ്ട, ആള് പള്ളിയിലച്ഛനൊന്നല്ല, ഒരു കട്ട തൃശ്ശൂര് ഗഡിയാണ്. ആ സ്ലാങ് കേട്ടില്ലേ? പരശുരാമൻ മഴുവറിഞ്ഞ് കടലിന്ന് പൊക്കിയെടുത്ത പച്ചപ്പിന്റെ ഒരു തുണ്ട്. വർഷാവർഷം വരുന്ന കേരളത്തിന്റെ ഒരു വലിയ ജനസമൂഹത്തിന്റെ ഏറ്റവും വലിയ ആഘോഷം വരുന്നത് 4 വർഷത്തിലൊരിക്കലാണ്. ഇതാണ് വിപിനൻ. വിപിനന് ഈ മെഹറിനെ ഇഷ്ടാണ്. പക്ഷെ മെഹറിന് വിപിനനെ ഇഷ്ടല്ല. കാരണം നീ ഒരു മൊണ്ണയാടാ. മേറു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേണ്ട, നീ ഒന്നും പറയണ്ട. അത് നടക്കൂല ചെക്ക. അതെന്റെ അജയ് ഘോഷും മെഹറും ലൈനാന്ന് ഇപ്പൊ കവലയുള്ള പിള്ളേരൊക്കെ പറയണ. ഇതിപ്പോ അവനൊരു ഹിന്ദു അല്ലേ, പോരാത്തിന് അവന് ലുക്കും കളറും കുറവാണ്. ആർക്കും ബഹുമാനമല്ല, ആർക്കും മനുഷ്യത്വമല്ല, ആർക്കും സഹായിക്കാൻ അറിയില്ല. 6 months later. ഡി മേറു, എനിക്ക് തന്നെ എപ്പോഴും ഭയങ്കര ഇഷ്ടാ. അതൊന്നും നടക്കില്ല വിപിന. நான் கேட்டது നീ ആരാധന നിന്റെ വിചാരം? നീ എന്തുകൊണ്ടാണ് ഈ ചാർണത്? ஆனா அவர் எனக்கு கொடுத்தது. ആ ജയഘോഷ് തെണ്ടി പോയപ്പോ ഞാൻ സന്തോഷിച്ചത്. അത്രയ്ക്ക് മോശം ആളാണോ എസ്കോ പറഞ്ഞാൽ? പിന്നെ എന്താ വീട്ടിൽ പുറകെ നടക്കുന്നേ? അവക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഞാൻ അവളെ വെറുക്കില്ല. വിശ്വസിക്കാൻ പറ്റാത്ത ഫിഗർ അത്. അവളെ വീട്ടിൽ തലയെ കെട്ടി വെച്ചോണ്ട് നടക്കുന്നത് എന്തിനാ? എടി, എനിക്ക് കുപ്പായം മാറണം. നീ ആ മൂലയ്ക്ക് മാറിന്ന് മാറ്റിക്കോടാ. ഞാനിപ്പോ നോക്കാനൊന്നും പോണില്ല. ഇത് വിപിനൻ മെഹറിന്റെ അടുത്ത് പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തായിരിക്കും പുകില്? വിപിനൻ ആദ്യം പ്രേമിച്ചിട്ടുണ്ടായിരുന്നത് മറ്റൊരു ചേച്ചിയെ ആയിരുന്നു. കൈനീട്ടം പോലെ ഒരു നോട്ടം. അതെ, ഇതുപോലെ വേറൊരു പാട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ, ഏതാ? ഇത് തന്നെ ചുണ്ടത്ത് ചേലാം ചിരിനോട്ടം, നെഞ്ചിന്റെ ഉള്ളില് തിരനോട്ടം. കൈനീട്ടം പോലെ ഒരു നോട്ടം. സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോ ഈ ചേച്ചിയെ വളയ്ക്കാൻ വിപിനൻ ഒരു ലവ് ലെറ്റർ എഴുതി കൊണ്ടുപോവുകയാണ്. പക്ഷേ ഈ പ്രണയം എന്ന് പറയണത് നമുക്ക് ആരോടെ എപ്പോഴാ തോന്നുന്നെന്ന് പറയാൻ പറ്റില്ല. മണിത്തെന്നലെ നിൻ മൃദുമന്ത്രണം. ഫിക്സ്. ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയില്ലേ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. കൈനീട്ടം പോലെ ഒരു നോട്ടം. കൈനീട്ടം വൈകിട്ടായ കുഴപ്പമുണ്ടോ? കാട്ടൂർ കടവിലുള്ള എല്ലാ ആളുകളും ഫുട്ബോൾ ആരാധകരാണ്. നമ്മുടെ വിപിനനാണ് അർജന്റീന ഫാൻസിന്റെ മെയിൻ. ഒരു 4 വർഷമായിട്ട് ഞാൻ സ്വരുക്കൂട്ടി വെച്ചിരുന്ന പൈസ അത് പട്ടിണി കിടന്നപ്പോ പോലും ഇതിന് 10ന്റെ പൈസ ഞാൻ എടുത്തിട്ടില്ല. എടുക്കരുത്, എടുക്കുക ചെയ്യരുത്. നമുക്ക് കട്ടൗട്ട് വെക്കാനുള്ള കാശാണ്. അതാവുമ്പോ വിശന്ന് കഴിഞ്ഞാൽ അതൊന്നൊരു കഷ്ണം കടിച്ചെടുത്താ മതിയല്ലോ. എന്റെ പൊന്നു വിപിന, ഒരാളുടെ ഫാൻ ആവുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അയാളുടെ ജീവിതം മാത്രം വിചാരിച്ച് നടന്ന ഇടയിൽ നമ്മുടെ ജീവിതം മുങ്ങിപ്പോവും. അത് നീ മറക്കണ്ട. മെഹർ ആദ്യം ബ്രസീൽ ഫാൻ ആയിരുന്നു. പിന്നെ 36 ബ്രസീലിൽ നിന്ന് രാജിവെച്ചു. അങ്ങനെ മെഹർ അർജന്റീന ഫാൻസിലേക്ക് വരാൻ തീരുമാനിച്ചു. പക്ഷെ അതിന് മെഹർ ഒരു ഇന്റർവ്യൂ പാസ്സാവണത്ര. ജയിക്കുന്ന ഇന്റർവ്യൂ വേണോ തോക്കുന്ന ഇന്റർവ്യൂ വേണോ എന്ന് നമ്മുടെ മാഷ തീരുമാനിക്കും. നീയാണല്ലോ കോടതി. ഓടാമയില് ചേട്ടാ, ഇവനോടൊക്കെ കാര്യം ബോധിപ്പിക്കേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോ. അങ്ങനെ ഈ ഉണക്ക ഇന്റർവ്യൂവിന് ശേഷം മെഹർ അർജന്റീന ഫാൻസിലേക്ക് ഒഫീഷ്യലായിട്ട് കടന്നു വരികയാണ്. ഇതിന്റെ ഇടയിൽ മെഹറിന്റെ കല്യാണം ഉറപ്പിച്ചു. അവളുടെ കല്യാണമാണ്. കാതറൂട്ടിക്ക് നിന്റെ വീട്ടിൽ ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. தனிக்கெങ്കിലും എന്തെങ്കിലും ചെയ്തു കൂടേടോ? ഒരു ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് അല്ലാണ്ട് വേറെ എന്തൊട്ട് തേങ്ങ ഉണ്ടോ നിന്റെ അടുത്ത്? ഇനിയാണ് ഈ സിനിമയിലെ രസകരമായ മുഹൂർത്തങ്ങൾ അരങ്ങേറാൻ പോകുന്നത്. മെഹറിന്റെ കല്യാണത്തിന്റെ തലേ ദിവസം അർജന്റീനയുടെ കളി നടക്കുകയാണ്. വിപിനനാണെങ്കിൽ മൊത്തത്തില് സാഡ് ആയിട്ടാണ് ആ കളി കാണാൻ പോയത്. കാരണം നാളെ മെഹറിന്റെ കല്യാണാണല്ലോ. അയാൾ കുറെ ഈ പെണ്ണിന്റെ പിന്നാലെ നടന്നല്ലേ. അപ്പോഴാണ് മെഹറിന് ഒരു ഉൾവിളി. അയ്യോ, എനിക്ക് വിപിനനെ ഇഷ്ടായിരുന്നല്ലോ. അങ്ങനെ ഈന്തോലയും പനയോലയൊക്കെ വലിച്ചെറിഞ്ഞ് കല്യാണത്തലേന്ന് മെഹർ അർജന്റീനയുടെ ജേഴ്സി വിട്ട് വിപിനന്റെ കൂടെ കളി കാണാൻ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മള് ഗോൾ അടിച്ചേക്ക അടിക്കും, പേടിക്കണ്ട. அட்டகாசம் முடிஞ்சிடுச்சா இல்ல இன்னைக்கு இதுக்கும் மேல இன்னும் நிறைய நடக்க போகுதா? പക്ഷെ ഈ ഈന്തോലയും പനയോലയൊക്കെ കെട്ടിത്തൂക്കിയ മെഹറിന്റെ ബാപ്പ അവളെ ദേഷ്യത്തോടെ ഫോൺ വിളിക്കുകയാണ്. എന്ത് പണിയാ മോളെ നീ ചെയ്തേ?
ഈ നേരത്ത് കുറ്റം പറയാന്ന് വിചാരിക്കരുത്. കാട്ടാക്കട ജോലിയുള്ള പട്ടാളത്തിൽ ജോലിയുള്ള ഒരു ചന്ദ്രനെ അറിയാമോ? എന്റെ വിഷമം അതൊന്നല്ലടാ. ഇപ്പൊ നാളെ കല്യാണത്തിന് പച്ചക്കറി സദ്യ ഉണ്ടാക്കാനായിട്ട് വേറെ വെപ്പുകാരെ ഈ പാതിരാത്രിക്ക് ഏത് അടുപ്പിന്ന് പോയി കൊണ്ടുവരണം. നിന്റെ മോളുടെ ഒരു കാര്യം. ഇയാൾ എന്ത് തന്തയാടോ? ആ ചെക്കന്റെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു പറ, നാളെ അവരോട് വരണ്ടാന്ന് പറ. കല്യാണത്തലേന്ന് കല്യാണ ചെക്കനെ വിളിച്ചിട്ട് വരണ്ടാന്ന് പറയാൻ. ആ ചെക്കന്റെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു പറ, നാളെ അവരോട് വരണ്ടാന്ന് പറ. ഇത്രേ ഉള്ളൂ ഈ സിനിമയിലെ കഥ. ഇതിന്റെ ഇടയിൽ ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടി കുറച്ച് ഫുട്ബോൾ ലോകകപ്പ് അങ്ങോട്ട് തിരികെ കയറ്റിയെന്ന് മാത്രം. ഫുട്ബോൾ ഈസ് മൈ ഓൺലി ലവ്. മാങ്ങാത്തൊലി. നിങ്ങൾ ആ ഈന്തോല പാട്ടില്ലേ, അതൊന്ന് ഉഷാറായിട്ട് പാട്. എന്നാ പിന്നെ നമുക്ക് ആ പാട്ട് വരുമ്പോഴേക്കും അങ്ങോട്ട് പോയാലോ? എന്തിനാ വെറുതെ അത് കേൾക്കാൻ നിൽക്കണ്? വെറുത്തു. തന്റെ ഈന്തോലയും പനയോലൊക്കെ